ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. കുറേ ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഓണപ്പരിപാടി വരുന്നല്ലേ, അപ്പോൾ അതിൻ്റെ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. അങ്ങനെ പിന്നെ കുട്ടിക്ക് തുണി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിട്ടോ. വളാഞ്ചേരി പരാഗയിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവിടുത്തെ പിന്നെ കളക്ഷൻസ് ഇങ്ങോട്ട് പറയണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉള്ളതാണ് പരാഗ. അങ്ങനെ പിന്നെ പരാഗയിൽ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. മോൾക്ക് അങ്ങനെ പട്ടുപാടയും ബ്ലൗസും തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ പട്ടുപാടയും ബ്ലൗസിനൊക്കെ വെട്ടി സെറ്റാക്കി എടുത്ത് അത് പിന്നെ തയ്ക്കുകയാണ് കേട്ടോ. കുറച്ച് പണിയുണ്ട് തയ്ച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞങ്ങൾ പോയി എടുത്തായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് ആ സമയം കൊണ്ട് എല്ലാം സെറ്റായി കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കുറേശ്ശെയായിട്ട് അടിക്കാമെന്ന് കരുതിയിട്ട് എടുത്തോണ്ട് അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് മോളുടെ ബ്ലൗസും ഒക്കെ തയ്ച്ച് സെറ്റാക്കി, പാവാടയൊക്കെ സെറ്റായി. പിന്നെ കുറച്ച് ഹുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായുള്ളൂ കേട്ടോ. പിന്നെ തലേന്ന് അന്ന് തന്നെ വൈകുന്നേരം കുറച്ച് കിച്ചണിൽ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് രാവിലെ പോകാനുള്ളത് കാരണം രാവിലെ വീട്ടിലത്തേക്കുള്ള ഉച്ചക്കത്തേക്കുള്ള ഉപ്പേരിക്കും ചാറിനും ഒക്കെ സെറ്റാക്കി മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് മസാലയൊക്കെ പറ്റിയതൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന്. അപ്പം പിന്നെ അംഗനവാടിയിലും എല്ലാ അമ്മമാരും ഒരേ കറികൾ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് മാമ്പഴ പുളിശ്ശേരിയാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ മാമ്പഴ പുളിശ്ശേരി രാവിലെ തന്നെ വേഗം സെറ്റാക്കി വെച്ചിട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള അവർക്ക് വീട്ടിലേക്കുള്ള ചാറ്, ചിലർക്ക് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ല കേട്ടോ വീട്ടിൽ. അങ്ങനെ പിന്നെ അതൊക്കെ ആക്കി ഉപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ട് അപ്പം നല്ല മഴ, ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെയോ കുട്ടീനെ റെഡിയാക്കി സെറ്റാക്കി അംഗനവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളങ്ങനെ അംഗനവാടിയിലേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ കുറേ അമ്മമാർ പൂക്കളൊക്കെ ഇടുന്നുണ്ടായി. കുറച്ച് പേര് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്, ടീച്ചർമാരും അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ടീച്ചർമാരും ഒക്കെ കൂടി ഇന്ന് പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് അമ്മമാർ എത്തിയിട്ടുണ്ടായില്ല. കാരണം കറിയൊക്കെ വെച്ച് സെറ്റാക്കി വരേണ്ട കുട്ടികളെ റെഡിയാക്കി വരാൻ ചില്ലറ പണിയല്ല. എല്ലാ അമ്മമാർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്നു. പിന്നെ പൂക്കളൊക്കെ ഇട്ട് സെറ്റായി കുട്ടികളുടെ ചുറ്റിനിരുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ മോൾ അംഗനവാടി പോയി തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണമായിരുന്നു വന്നത്. നല്ല അടിപൊളിയായിരുന്നു. എല്ലാ അമ്മമാരും കൂടി ഒരു കൂട്ടായ്മയിൽ നല്ല രസമുണ്ടായി. പിന്നെ ടീച്ചറിൻ്റെ വക ഓണപ്പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ടീച്ചർ ഓണപ്പാട്ട് പാടാൻ വേണ്ടി തയ്യാറായിട്ട് ചുറ്റിനും കുട്ടികളെയൊക്കെ നിരത്തിയിരുത്തി പൂക്കളൊക്കെ ഒന്നും കൂടി സെറ്റാക്കി. ഒരാൾ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് തിരിയും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാവരും സെറ്റാക്കി ഇരുത്തിയിട്ട് ടീച്ചർ ഓണപ്പാട്ട് പാടാൻ വേണ്ടി റെഡിയാവുകയാണ് കേട്ടോ. മുത്താരം കാട്ടിലെ മുക്കുറ്റിൽ ചെടികളെ മുറ്റത്തെ പൂക്കളത്തിൽ പൂതിരക്കണ്ടേ. ഓണം വന്നേ, തിരുവോണം വന്നേ, മാവേലി തമ്പ്രാന്റെ വരവിന്നുണ്ടേ. ഓണം വന്നേ, പൊന്നോണം വന്നേ, മാറി. ഹാപ്പി ഓണം. അങ്ങനെ ടീച്ചറിൻ്റെ പാട്ടുപാടലെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൈയടിച്ച് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോകണം ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വിളമ്പി കുട്ടികളെയൊക്കെ ഇരുത്തി. എല്ലാവരും നേരെയൊന്നും ഇരിക്കുന്നില്ല, ചെരിഞ്ഞും തിരിഞ്ഞും അറിഞ്ഞുമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് പപ്പടമൊക്കെ വിളമ്പി ഓരോരുത്തരും ഇങ്ങനെ വിളമ്പിക്കൂടെ. കുട്ടികൾ ആദ്യം കഴിച്ചിട്ട് വേണം അമ്മമാർക്ക് ഇരിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇരുത്തി എല്ലാവർക്കും ചോറും കറികളും. കുഞ്ഞുങ്ങളൊന്നും നല്ലപോലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഈ അമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വളരെ പുറന്നോട്ടാണ് കുട്ടികൾ. കാരണം വെച്ചാൽ കുട്ടികൾക്ക് ആകെ എല്ലാവരും കൂടി കണ്ടിട്ട് കരച്ചിലും ബഹളവും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എല്ലാ കറികളും വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന അമ്മമാരുടെ കറികളും ഞങ്ങൾ വിളമ്പി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി. കുട്ടികൾ അത്രയൊന്നും കഴിക്കണമെന്നില്ല, എന്നാലും വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വരാൻ പറ്റാത്ത കുട്ടികളുണ്ട്, അമ്മമാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഹാപ്പി ഓണം. പിന്നെ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. ചില കുട്ടികൾ കഴിക്കണമൊന്നുമില്ല കേട്ടോ, വെറുതെ അങ്ങനെ ഇരിക്കുക. എൻ്റെ മോളൊക്കെ കഴിക്കണേ ഉണ്ടായില്ല, അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പായസം ഇത്തിരി കുടിച്ചിരിക്കണ്. പിന്നെ എന്താ പറയുക, പഴം കഴിച്ച്. പിന്നെ ആ ശർക്കര ഉപ്പേരിയും കായവറുത്തയും പപ്പടമാട്ടോ എൻ്റെ മോള് കൂടുതലും കഴിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതേ ടീച്ചർമാർ ഞങ്ങൾക്ക് വിളമ്പി തന്നു. പിന്നെ ടീച്ചർമാർക്ക് ഞങ്ങൾ വിളമ്പി കൊടുക്കുക. ഇതാണ് എൻ്റെ മോളെ 2 ടീച്ചർമാരെന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും അമ്മമാരെ പോലെ തന്നെയാണ് അവർ. നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കുട്ടികളെ. പിന്നെ കറികളൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാം നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു.